കാര്യങ്ങളാണ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാസമയം കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിക്കാത്തൊരു സാങ്കേതികമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ട്. ഏകദേശം 5 മണിക്കൂർ ഇടവിട്ടൊക്കെയാണ് പലപ്പോഴും കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. സാർ, എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഇത് സംബന്ധിച്ച് പ്രതിഷേധം മണ്ഡലത്തിലുണ്ട്. ഇന്നും രാവിലെയും പ്രതിഷേധമുണ്ട്, ഇന്നലെ രാത്രിയൊക്കെ പ്രതിഷേധമുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കണക്കിലെടുക്കേണ്ടതുണ്ട്. പക്ഷേ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഈ വന്യമൃഗങ്ങളുടെ വർധനവും അതേപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്യമൃഗങ്ങൾ നമ്മുടെ ജില്ലയിലേക്ക് വരുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ ബാഹുല്യം വർദ്ധിപ്പിക്കുകയാണ്. ഇതിനൊക്കെ പരിമിതികളുണ്ട് സാർ. ഇപ്പോൾ കേരള ഗവൺമെൻറ്, എൻ്റെ മണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ 2 കോടി രൂപ MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ നിർമ്മാണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് 6 കോടിയുടെ ഒരു ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആന ട്രഞ്ച്, എലിഫൻ്റ് ട്രഞ്ചും നമ്മൾ യഥേഷ്ടം നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല എന്നുള്ളതാണ് നമുക്ക് കാര്യങ്ങൾ പരിശോധിപ്പിക്കും മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്കിവിടെ സൂചിപ്പിക്കണം സാർ, നമ്മളിവിടെ കേരളത്തിലൊരു പൊതുവിഷയം ഇത് ഇന്നോ ഇന്നലെ ഉണ്ടാകുന്നതല്ല, വർഷങ്ങളായിട്ട് തന്നെ തുടർന്നൊരു സംഭവവികാസങ്ങളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ രാഷ്ട്രീയപരമായി അല്ലെങ്കിൽ പ്രത്യേകപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാര്യങ്ങൾ പറയുന്നതിന് പകരം നമ്മൾ ഈ കാലാനുസൃതമായി ഈ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമ്മൾ കേരള ഗവൺമെൻറ്റിൽ മാത്രം നിക്ഷിപ്തമല്ലാത്തൊരു കാര്യമായതുകൊണ്ട് ഭാവിയിൽ കേന്ദ്ര ഗവൺമെൻറ് കൂടിയായിട്ട് ആലോചിച്ചുകൊണ്ട് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നതിനും ചർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നടത്തേണ്ടതായിട്ടുണ്ടെന്നാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചത്. കഴിഞ്ഞ 30-ാം തീയതി ഞാൻ ഈ വിഷയം ഇവിടെ ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഈ കാര്യങ്ങൾ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലും ഇന്നലെ ഞങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒരു ഉന്നതതല യോഗം ഇത്തരം കാര്യങ്ങൾ കണ്ടുകൊണ്ട് വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അടിവരായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ പരസ്പരം പോരടിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല, ഇതെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് ഭാവിയിൽ നമുക്ക് എങ്ങനെയാണ് ഭാവിയിൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്, അതാണ് ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറയുന്നത് ഈ ഭാവിയിൽ കാലഘട്ടത്തിനനുസൃതമായി ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പല കാര്യങ്ങൾ ഇപ്പോൾ പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവായിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടായ്മയാണ് നമുക്ക് ഇനി ആവശ്യം എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഈ സഭ മുമ്പാകെ ബോധിപ്പിക്കാനുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഞാൻ ആവർത്തിക്കുന്നത് 2 ബഹുമാനപ്പെട്ട MLAമാരും പറഞ്ഞ വിഷയത്തിൻ്റെ ഗൗരവം പരിഗണിക്കാതെയല്ല, പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഓരോന്നോരോന്നായി മറുപടി പറയാനുമല്ല ഞാൻ ശ്രമിക്കുന്നത്. സർ, ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ആദ്യം തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചതിൽ എനിക്ക് അതിയായ പ്രയാസമുണ്ട് എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുകയാണ്. സർ, വനം വകുപ്പ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാൻ മാത്രമാണ് ഞാൻ ആദ്യം ശ്രമിച്ചത്. ആ കൂട്ടത്തിൽ തന്നെ ഞാൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന കാര്യം സഭയുടെ മുമ്പാകെ പറയുകയും ചെയ്തിരുന്നു എന്ന് ബാക്കി അംഗങ്ങളെങ്കിലും ഓർത്താൽ നന്നായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ ശ്രമിക്കുന്നുള്ളൂ. സർ, മാനന്തവാടിയിലെ MLA ആ സംഭവമുണ്ടായ നിമിഷം തൊട്ട് അവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരുന്നത്. ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLAയും അവിടെ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറയില്ല. അവിടെ പക്വതയോടുകൂടി തന്നെയാണ് പെരുമാറിയത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരെല്ലാം ചേർന്ന് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നഷ്ടപരിഹാര തുകയെ സംബന്ധിച്ച തീരുമാനമെടുത്തത്. ജോലി നൽകുന്ന കാര്യം സംബന്ധിച്ചുള്ള തീരുമാനവും അവിടെയാണ് എടുത്തത്. 2016 എടുത്ത തീരുമാനം നടപ്പിലാക്കിയിട്ടില്ല എന്ന കാര്യം ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട MLA ഇവിടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. സർ, അതിനുശേഷം ഒരുപാട് ദുരന്തങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ. ആ ദുരന്തങ്ങളിൽ
പരിഹാരം കാണാനുള്ള ശ്രമങ്ങളിലും ബഹുമാനപ്പെട്ട മെമ്പർ ഇടപെട്ടിരുന്നു. സർ, അന്ന് പറഞ്ഞ വാക്കുകളൊക്കെ പാലിച്ചില്ലേ? ജോലി കൊടുത്തില്ലേ? നഷ്ടപരിഹാര സംഖ്യ പറഞ്ഞ ദിവസം എത്തിച്ചില്ലേ? പക്ഷേ ഈ 2016 നിയമസഭയിൽ നിന്നുള്ള വിവരങ്ങളുമായി കമലേഷ് ചേരുന്നുണ്ട്. കമലേഷ്, പ്രതിപക്ഷത്തിൻ്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് ഏത് രീതിയിലാണ് വനമന്ത്രി മറുപടി പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് അടിയന്തര പ്രമേയ നോട്ടീസിൽ ടി സിദ്ദിഖ് ഉന്നയിച്ചിരിക്കുന്നത്? ലിതീഷ്, വളരെ വൈകാരികമായാണ് ഈ വിഷയം ടി സിദ്ദിഖ് സഭയിൽ അവതരിപ്പിച്ചത്. വലിയ ബുദ്ധിമുട്ടിലാണ് ഈ വനാതിർത്തികളിൽ താമസിക്കുന്ന ആളുകൾ, വലിയ ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ഇത് പലതവണയായി സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിൽ, വനവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു നടപടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വനവകുപ്പോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നില്ല എന്ന വലിയ ഒരു പരാതി തന്നെയാണ് ഈ അടിയന്തര പ്രമേയ നോട്ടീസിൽ ടി സിദ്ദിഖ് ഉന്നയിച്ചത്. ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ അനാസ്ഥയാണ് വനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നേരത്തെ തന്നെ ഈ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്യുന്നതിൽ വകുപ്പ് പരാജയപ്പെട്ടു. അതുപോലെ തന്നെ ഇത്തരം ഒരു അക്രമ സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് ഈ ആന ഇറങ്ങുന്നതോടുകൂടി കൃത്യമായി ജനങ്ങളെ ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്നതിൽ ഈ വകുപ്പ് പരാജയപ്പെട്ടു എന്നതടക്കമുള്ള കാര്യങ്ങൾ എണ്ണി ടി സിദ്ദിഖ് ഈ അദ്ദേഹത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിനകത്ത് വ്യക്തമാക്കി. അതോടൊപ്പം അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അജീഷിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ഈ ആന ചവിട്ടിക്കൊന്നതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഒന്നാം പ്രതി വനം മന്ത്രി AK ശശീന്ദ്രനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വകുപ്പുമാണ് എന്ന ഗുരുതരമായ ഒരു കാര്യം കൂടിയാണ് ഈ ഇതിന്റെ ഭാഗമായി സഭയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ അതിന് മറുപടി എന്നുള്ള നിലയിൽ, അതായത് തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലാണ് ടി സിദ്ദിഖ് ചില കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത് എന്ന നിലയിലാണ് പറഞ്ഞത്. അതായത് പ്രസംഗത്തിന്റെ ആദ്യം വനം മന്ത്രി പറഞ്ഞിരുന്നു വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവുമാണ് തന്റെ വകുപ്പ്, തന്റെ ഉത്തരവാദിത്വം എന്ന്. പക്ഷേ അതിനെ മറ്റൊരർത്ഥത്തിൽ കണ്ടുകൊണ്ട് ആളുകളെ സംരക്ഷിക്കേണ്ട ബാധ്യത മന്ത്രിക്ക് ഇല്ല, വന്യജീവികളെ സംരക്ഷിക്കേണ്ട ബാധ്യതയാണ് ഉള്ളത് എന്ന നിലയിലേക്കാണ് അതിനെ വ്യാഖ്യാനിച്ചത്. ആ നിലയിലല്ല കാര്യങ്ങൾ എന്ന് പറഞ്ഞു. വളരെ നിയമപരമായിട്ടാണ് വനംവകുപ്പ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിൽ ചില പോരായ്മകൾ വനംവകുപ്പിന് ഉണ്ടായിട്ടുണ്ട്. കർണാടകയിൽ നിന്ന് എത്തിയ ഒരു ആനയാണ്. അതിന്റെ സിഗ്നൽ സംവിധാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെ അതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മന്ത്രി സഭയിൽ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഇത് വളരെ ഗൗരവതരമായ ഒരു വിഷയമാണ് ഇത് എങ്കിൽ പോലും നിയമപരമായ നടപടികളെല്ലാം സർക്കാരും വനംവകുപ്പും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഭ നിർത്തിവെച്ച് ഈ വിഷയം ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ല എന്ന മറുപടിയാണ് വനം മന്ത്രി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നിഷേധിക്കുക, അതായത് അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സ്പീക്കർ നിഷേധിക്കുകയായിരുന്നു. ഇത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇതിന് മറുപടി എന്നുള്ള നിലയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയാണ്. ലിബീഷ്, വന്യജീവി ആക്രമണം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം ടി സിദ്ദിഖാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ ഇപ്പോൾ അവതരണാനുമതി നിഷേധിച്ചിരിക്കുകയാണ്.